ഒരു മനുഷ്യന്റെ നാവ് മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ആഹാരം കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായെന്നറിയാമോ ഇയാൾ ആഹാരം കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു സാഹചര്യത്തിന് മുന്നിൽ ഈ മൈക്കും കൊണ്ട് നിൽക്കുന്ന നമ്മുടെയൊക്കെ ഗതികേട്. ആശുപത്രി പോകാൻ പോലും പൈസ ഇല്ല. എൻ്റെ മക്കളെ പോലെയല്ലേ നിങ്ങളെ അമ്മ കണക്കല്ലേ ഞാൻ. ഇവരിങ്ങോട്ട് പോകും ഇതിനെയൊക്കെ കൊണ്ട്. ഇതുപോലെ ഒരു സാഹചര്യത്തിന് മുന്നിൽ ഈ മൈക്കും കൊണ്ട് നിൽക്കുന്ന നമ്മുടെയൊക്കെ ഗതികേട്. ആ ഗതികേട് എന്തിനെന്നാൽ ഈ കുടുംബത്തെ നിങ്ങൾ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ്. മറ്റു മാർഗങ്ങളില്ല. ഒരു മനുഷ്യന്റെ നാവ് മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് സഹായിക്കണം. ഒരു 8 ലക്ഷം രൂപ അത് കണ്ടെത്തുന്നതിന് നമ്മുടെ പ്രേക്ഷകരൊന്ന് സഹായിക്കണം. അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നേ ഉള്ളൂ. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്, ചെങ്കിക്കുന്ന് 11-ാം വാർഡ്. ഇത് കൊട്ടാരം വാർഡ് എന്നാണ്. ഒരുപക്ഷെ ഈ പ്രദേശത്ത് മുഴുവൻ വാടകയ്ക്ക് മാറി മാറി താമസിച്ചൊടുവിൽ വാടക പൈസ പോലും കൊടുക്കാൻ കഴിയാതെ ഒരു നല്ല മനുഷ്യന്റെ അഭയത്താൽ കഴിയുന്ന ഈ വാടക വീട് പക്ഷെ അവിടെ നിന്നും മാറിക്കൊടുക്കേണ്ട സാഹചര്യമാണ്. നമുക്കിത് ഒരു വാർത്തയായല്ല, ഈ കാഴ്ച നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കണം. എനിക്ക് വയ്യാത്തതാണ് മോനെ, രക്ഷിക്കണേ. എൻ്റെ കുട്ടികളെ കിടക്കാടമില്ല, വാടക കൊടുക്കാൻ നിർത്തിയില്ല. വീടുകൾ ഇടിഞ്ഞ് വീഴണം. ഇവർക്കുമില്ല, എനിക്കുമില്ല, ആർക്കുമില്ല. വാടക കൊടുക്കാനും ബാങ്കില് നാളെ മറ്റന്നാളെ മാറണമെന്നാണ് എൻ്റെ കൂടെ പറയണത്. ഞാനും വാടകയ്ക്കല്ല. എൻ്റെ മക്കളെ പോലെയല്ലേ നിങ്ങളെ അമ്മ കണക്കല്ലേ ഞാൻ. ഇവരിങ്ങോട്ട് പോകും ഇതിനെയൊക്കെ കൊണ്ട്. ആശുപത്രി പോകാൻ പോലും പൈസ ഇല്ല. അങ്ങനെങ്കിലും അച്ഛനെ രക്ഷിക്കണം. RCC നാക്കിലൊരു പൊള്ളൽ വന്നിട്ട് പോയതാണ്. അപ്പോഴവര് ഇങ്ങനെ 3 ഓപ്പറേഷൻ കഴിഞ്ഞ് നാക്കിലും തൊണ്ടയിലും ഇവിടെ കവിളിലുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ നാക്കിൻ്റെ 3/4 ഭാഗത്തോളം കട്ട് ചെയ്ത് മാറ്റി. ഇനി അതിൽ മജ്ജ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ ഇത്ര 8 ലക്ഷം രൂപ വേണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിന് വീടും ഇല്ല, പെരയുടെ വസ്തു ഒന്നും ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നമ്മൾ 13 വർഷം കൊണ്ട് വാടകയ്ക്ക് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ നിലവിളി നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് തന്നെയാണ്. വലിയ സങ്കടം. ഈ ഒരു സങ്കടം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം. കാര്യം ഡോക്ടർമാർ അറിയിച്ചത് ക്യാൻസർ എന്ന മഹാരോഗം കൂടുതൽ പടർന്ന് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാവിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് പൂർണ്ണമായ ചികിത്സ തേടണം. അതിന് 8 ലക്ഷം രൂപയോളം വേണ്ടി വരുന്ന ഒരു അടിയന്തര ശസ്ത്രക്രിയ അത് നടത്തുവാൻ നിങ്ങൾ പെട്ടെന്ന് തയ്യാറാകണം. ആ പണം കണ്ടെത്തണം എന്ന് തന്നെയാണ്. എന്നാൽ ഈ വാടക വീട്ടിൽ കഴിയുന്ന, ഒരുപക്ഷെ വാടക വീടെന്ന് പറയാൻ കഴിയില്ല, ഇതൊരു മനുഷ്യൻ്റെ ഒരു ഔദാര്യത്തിൽ ഈ സാഹചര്യം കണ്ടുകൊണ്ട് വാടക പോലും വാങ്ങാതെയാണ് ഇവർക്കിവിടെ അഭയം നൽകിയത്. എന്നാൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ നിന്നും മാറേണ്ട അവസ്ഥയാണ്. അവർക്കൊന്ന് തലചായ്ക്കുവാൻ പോലും ഒരിടം അത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് വിസ്മയ എന്ന മാധ്യമത്തിന് മുന്നിൽ ഇവർ സമീപിച്ചത്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സാഹചര്യം കണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് തന്നെയാണ്. മറ്റു മാർഗമില്ല. കൂടുതൽ പറയാനും കഴിയുന്നില്ല. എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നവർ. എത്രയും നാളോട് താമസിക്കാൻ ഞാൻ ഒരുപാട്
സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട്. പക്ഷെ ഇത് കാണാൻ ഹെൽപ്പിൽ കാണത്തില്ല. 4-5 മാസം വാടക കുറച്ച് കൊടുത്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് കാണാനുള്ള ഹെൽപ്പ് എനിക്ക് കഴിയുന്നില്ല. ആക്കെ പൊറിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അത് കാണുമ്പോഴെല്ലാം സങ്കടങ്ങൾ വരും. ആഹാരം കഴിക്കാൻ പറ്റുന്ന സാറേ ഇതുവഴിയാണ് ആഹാരം കൊടുക്കുന്നത്. വായിക്കൂടെ ആഹാരം കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായെന്നറിയാമോ? ഇതുവഴിയാണ് ആഹാരം കൊടുത്തോണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും എന്റെ അണ്ണനെ രക്ഷിക്കണം സാറേ. വേറെ നിവർത്തിയൊന്നുമില്ല. ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. ഇത് കിളിമാനൂർ ചെങ്കിക്കുന്ന് 11-ാം വാർഡ് കൊട്ടാരം വാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ഈ ഒരു വാർത്ത പുറത്തു വന്നാലുടൻ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുവാൻ ശ്രമിക്കണം. വലിയ സങ്കടമാണ് എന്ന് മാത്രം. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.